السلام عليكم ورحمة الله. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള ശ്രോതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കുന്നത് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുത്ത വളരെ വിചിത്രമായ, അത്ഭുതകരമായ, എന്നാൽ ചിന്തോദ്ദീപകമായ ഒരു രസകരമായ ഒരു കഥയാണ്. എന്താണ് കഥ എന്നറിയുമോ? പ്രവാചകൻ പറയുന്നു, പ്രവാചകന്റെ മുമ്പ് വന്ന സമുദായത്തിൽ ഉണ്ടായിരുന്ന മൂന്നാളുകൾ അവർ വഴിയിലൂടെ ഇങ്ങനെ പോവുകയാണ്. എന്തോ ആവശ്യത്തിന് വേണ്ടി അവർ പോവുകയാണ്, നടന്നു പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ അന്നത്തെ കാലത്ത് മാർക്ക് വാഹനങ്ങളില്ലല്ലോ, എല്ലാ ആളുകളും സഞ്ചരിക്കുന്നത് കാൽനടയായിട്ടായിരിക്കും. അങ്ങനെ മൂന്നാളുകൾ ഒരു വഴിക്ക് ഇങ്ങനെ പോവാണ്. പോകുമ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? മഴ വന്നു. ശക്തമായ മഴയും കാറ്റുമൊക്കെ വന്നു, അടിക്കാൻ തുടങ്ങി. അങ്ങനെ എന്ത് സംഭവിച്ചു? ഇവര് ഒരു ഗുഹയിൽ അഭയം തേടി. ആ മഴയിൽ നിന്നും കാറ്റിൽ നിന്നുമൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ഒരു ഗുഹയിൽ അഭയം തേടി. അന്നൊന്നും വീടുകളൊന്നും അടുത്തുണ്ടായിക്കൊള്ളണമെന്നില്ല. അങ്ങനെ എന്ത് ചെയ്തു? ഇവർ മൂന്നാളിങ്ങനെ ഗുഹയിലിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ കാറ്റും മഴയുമല്ലേ, അപ്പോൾ ശക്തമായ കാറ്റ് മുഖേനയോ അല്ലെങ്കിൽ മഴ മുഖേനയോ എന്തോ അറിയില്ല, എന്തായിരുന്നാലും ഒരു വലിയ പാറക്കല്ല് വന്നിട്ട് അവിടെ ഗുഹാമുഖം അടച്ചു കളഞ്ഞു. പിന്നീട് അവർക്ക് പുറത്തു പോകാൻ പറ്റാത്ത രീതിയിൽ ആ ഗുഹാമുഖം അടച്ചു. പാറക്കല്ല് കാറ്റ് മുഖേനയായിരിക്കാം, അല്ലെങ്കിൽ മഴ മുഖേനയായിരിക്കാം, എന്തോ. അങ്ങനെ ഇവരാകെ പേടിച്ചു. അപ്പോ അവര് പരസ്പരം പറഞ്ഞു, നമ്മളിപ്പോൾ നമ്മുടെ ഈ വിപത്തിൽ നിന്നും നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയല്ലാതെ വേറെ ഒരു മാർഗം ഇവിടെ ഇല്ല. അള്ളാഹു അല്ലാതെ നമ്മെ രക്ഷിക്കാൻ ഒരാളും ഇവിടെ ഇല്ല. ഇന്നത്തെ കാലത്താണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഫോൺ എടുത്ത് കണ്ട് ആരെങ്കിലൊക്കെ വിളിക്കും. അന്നൊന്നും അതിന് സംവിധാനങ്ങളില്ലല്ലോ, അല്ലേ? അള്ളാഹു മാത്രമേ അവരെ രക്ഷിക്കാനുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞു, നമ്മളൊരു കാര്യം ചെയ്യുക, അള്ളാഹുവിനോട് നമ്മളെല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക, കരഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക, അല്ലാതെ നമ്മുടെ മുമ്പിൽ ഒരു രക്ഷയുമില്ല. അതുകൊണ്ട് പക്ഷേ ഈ പ്രാർത്ഥിക്കാൻ ഒരു ഷർത്തുണ്ട്, ഒരു കണ്ടീഷൻ. എന്താണ്? അള്ളാഹുവിലേക്ക് തവസ്സുലാക്കി പ്രാർത്ഥിക്കുക. വെറുതെ പ്രാർത്ഥിക്കല്ല, അള്ളാഹുവെ ഞങ്ങളെ ഈ വിപത്തിൽ നിന്നും അകറ്റണമേ എന്നല്ല പറയുന്നത്. മറിച്ച് ഓരോ ആളുകളും ചെയ്ത നന്മകൾ മുൻനിർത്തി ചോദിക്കുക അള്ളാഹുവിനോട്. തൻ്റെ ജീവിതത്തിൽ താൻ ചെയ്ത ഏറ്റവും നല്ലൊരു നന്മ, അള്ളാഹുവിൻ്റെ വജഹിന് വേണ്ടി, അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി, അള്ളാഹുവിനോടുള്ള ഭയം കാരണം അവൻ ചെയ്ത ഒരു നന്മ, ആ നന്മയെ മുൻനിർത്തി എല്ലാ ആളുകളും ചോദിക്കുക എന്ന് അവർ തീരുമാനിക്കുകയും അങ്ങനെ ഓരോ ആളുകളും ചോദിക്കാൻ തുടങ്ങി. ആദ്യമായിട്ട് ഒരാൾ ചോദിക്കുന്നത് എന്താണെന്ന് അറിയുമോ? അദ്ദേഹം പറയുന്നു, അള്ളാഹുവേ, എനിക്ക് പ്രായമായ 2 മാതാപിതാക്കൾ ഉണ്ടായിരുന്നു, കുട്ടികളുമുണ്ട്, ഭാര്യയുമുണ്ട്. അങ്ങനെ ഈ മാതാപിതാക്കൾക്ക് ഭക്ഷണം കൊടുത്തതിന് ശേഷമേ ഞാൻ എൻ്റെ മക്കൾക്കോ ഭാര്യക്കൊക്കെ ഭക്ഷണം കൊടുക്കുകയുള്ളൂ, അല്ല അവർ ഭക്ഷണം കഴിക്കുകയുള്ളൂ. ആദ്യം ഞാൻ എൻ്റെ മാതാപിതാക്കൾക്ക് ഭക്ഷണം കൊടുക്കും, ഞാൻ തന്നെ കൊടുക്കും എൻ്റെ കൈ കൊണ്ട്. അങ്ങനെയാണ് പതിവ്. പക്ഷെ ഒരു ദിവസം ഞാൻ എന്ത് ചെയ്തു? പുറത്തുപോയി, എന്തോ ആവശ്യത്തിന് പുറത്തുപോയി തിരിച്ചു വന്നപ്പോഴേക്കും ഒരുപാട് സമയം വൈകിയിരുന്നു. അപ്പോഴേക്കും എൻ്റെ മാതാപിതാക്കൾ ഉറങ്ങിപ്പോയിരുന്നു. ഞാൻ അവർക്ക് കൊടുക്കാൻ വേണ്ടി ഭക്ഷണം എടുത്ത് കാത്തു നിന്നു. അവർ ഉറങ്ങുന്നതും കാത്ത്. ഭക്ഷണം എന്താണ്? പാലാണ്. അപ്പോൾ ആ ഭക്ഷണത്തളികയുമായിട്ട് ഞാൻ അവരെ ഉണരട്ടെ എന്ന് കരുതി ഇങ്ങനെ അവരുടെ അടുത്ത് നിന്നു. കുട്ടികൾക്ക് കൊടുത്തിട്ടില്ല, ഭാര്യ കഴിച്ചിട്ടില്ല, ഒന്നുമില്ല. അപ്പം അദ്ദേഹത്തിന് പതിവതാണ് ആദ്യം മാതാപിതാക്കൾ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവർ ഉണരുന്നില്ല. കുറേ കഴിഞ്ഞു. നേരം പ്രഭാതമായപ്പോഴാണ്, ഫജറായപ്പോഴാണ് ഇവർ ഉണരുന്നത്. അങ്ങനെ അവർ ഉണർന്നപ്പോൾ ഞാൻ അവർക്ക് ഭക്ഷണം കൊടുത്തു.
എന്നിട്ട് അദ്ദേഹം പറയുന്നു, അള്ളാഹുവേ, ഇത് ഞാൻ ചെയ്തത് നിന്റെ വജ്ഹിന് വേണ്ടിയാണ്. കാരണം അദ്ദേഹം ഇപ്പോൾ അത് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ അവിടെ ആരൊന്നും അദ്ദേഹം ചെയ്യൂല അല്ലേ? അല്ല, അദ്ദേഹം ഗൃഹനാഥനല്ലേ. അദ്ദേഹത്തിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാം, കുട്ടികൾക്ക് കൊടുക്കാം, ഭാര്യയ്ക്ക് കൊടുക്കാം, അവർക്ക് വേണമെങ്കിൽ സുഖമായിട്ട് ഇവരെ പോലെ കിടന്നുറങ്ങാം. പക്ഷെ അദ്ദേഹം അത് ചെയ്തില്ല. ഇവർ ഉണരുന്നത് വരെ, മാതാപിതാക്കൾ ഉണരുന്നത് വരെ അദ്ദേഹം ഭക്ഷണപാത്രവുമായിട്ട് അവരുടെ അരികിൽ തന്നെ നിന്നു. എപ്പോഴാണോ ഉണരുന്നത് എന്ന് കരുതി വെയിറ്റ് ചെയ്തുകൊണ്ട്. അപ്പോൾ അങ്ങനെ അവർ ഉണർന്നപ്പോൾ ആ മാതാപിതാക്കൾക്ക് ഇദ്ദേഹം ഭക്ഷണം കൊടുത്തു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, അല്ലാഹുവേ, എവിടെ വെച്ചാ പറയുന്നത്? ഗുഹയിൽ വെച്ചാണ് പറയുന്നത്. അല്ലാഹുമ്മ ഇൻ കുന്തു ഫഅൽതു ദാലിക ഇബ്തിആ വജ്ഹിക ഫഫ്റുജ് അന്നാ മാ നഹ്നു ഫീഹ്. അല്ലാഹുവേ, ഇതിനെ നിന്നെ മുൻനിർത്തിക്കൊണ്ട് നിന്റെ വജ്ഹിന് വേണ്ടി, നിന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്തതാണ് അല്ലാ. നിനക്കറിയാമല്ലോ അല്ലാ, മറ്റൊരു ലോകമാന്യം ഉദ്ദേശിച്ചുകൊണ്ടല്ല ഞാൻ ചെയ്തത്. നിന്റെ പ്രീതിക്ക് വേണ്ടിയാണ് ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ടത്, ആ ത്യാഗം അനുഭവിച്ചത്. അതുകൊണ്ട് അത് സ്വീകരിച്ചുകൊണ്ട്, അതിനെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു, അല്ലാ, ഈ പാറയെ ഞങ്ങൾക്ക് ഇതിന്റെ മുഖത്ത് നിന്നും നീക്കിക്കൊണ്ട അല്ലാ, ഞങ്ങൾക്ക് പോകാനുള്ള മാർഗം നീ കാണിച്ചുകൊണ്ട അല്ലാ, ഈ പാറയുടെ തടസ്സം നീക്കിക്കൊണ്ട അല്ലാ എന്ന് അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ആ സന്ദർഭത്തിൽ ആ പാറ അല്പമൊന്ന് നീങ്ങി, കാറ്റും വെളിച്ചവും ഒക്കെ വരുന്ന രീതിയിൽ അല്പമൊന്ന് നീങ്ങി. പക്ഷെ അവർക്ക് പോകാൻ കഴിയില്ല. പിന്നെ രണ്ടാമത്തെ ആള് പറഞ്ഞു, അദ്ദേഹം എന്താണ് പറഞ്ഞതെന്നറിയുമോ? അല്ലാഹുവേ, എനിക്കൊരു യുവതിയുമായിട്ട് സ്നേഹമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു കാമുകി ഉണ്ടായിരുന്നു. ആ കാമുകിയോട് അദ്ദേഹത്തിന് വലിയ സ്നേഹമായിരുന്നു, ഇഷ്ടമായിരുന്നു. അവർ രണ്ടാളും നല്ല പ്രണയത്തിലായിരുന്നു. അങ്ങനെ ഇദ്ദേഹം ആ യുവതിയുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടി പല തവണ ആ യുവതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അപ്പോഴേക്കും ആ യുവതി അല്ലെങ്കിൽ ആ കാമുകി അതിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ശല്യം സഹിക്കവയ്യാതെ ആയപ്പോൾ ആ യുവതി ഒരു കണ്ടീഷൻ വെച്ചു. എന്നാൽ 120 ദിനാർ തരണമെന്ന് പറഞ്ഞു. 120 ദിനാർ പറഞ്ഞാൽ അന്നത്തെ നാണയം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ദിനാർ അറേബ്യൻ രാജ്യത്ത് പണ്ട് ഉണ്ടായിരുന്ന നാണയമാണ് ദിനാർ. അത് സ്വർണം കൊണ്ടായിരുന്നു. ഇന്നത്തെ പോലെ ഇരുമ്പ് കൊണ്ടോ അല്ലെങ്കിൽ പിച്ചള കൊണ്ടോ അല്ലെങ്കിൽ മറ്റൊന്നുമല്ല, സ്വർണ്ണ നാണയമായിരുന്നു അന്നത്തെ ദിനാർ. അപ്പൊ ഇവൾ പറഞ്ഞു, നിന്റെ ആവശ്യത്തിന് ഞാൻ വഴങ്ങണമെങ്കിൽ എനിക്ക് 120 ദിനാർ ഉണ്ടാക്കി തരണം. ഒരുപക്ഷെ അവൾ ചിന്തിച്ചിട്ടുണ്ടാവാം, ഇതൊന്നും അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് അവൾ ചിന്തിച്ചിട്ടുണ്ടാവാം. അപ്പൊ എങ്ങനെ ഒഴിഞ്ഞു മാറാൻ വേണ്ടി ഒരു ഐഡിയ എടുത്തതാണ്. അങ്ങനെ ഇദ്ദേഹം പിന്നെ എന്ത് ചെയ്തു? ഈ യുവാവ് വളരെ കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെയോ ജോലി ചെയ്ത് സമ്പാദിച്ച് 120 ദിനാർ ഉണ്ടാക്കി അവൾ കൊണ്ടേ കൊടുത്തു. പിന്നെ അവൾക്കൊന്നും പറയാനില്ല, അവളെ കണ്ടീഷൻ വെച്ചതല്ലേ. ചുരുക്കി പറഞ്ഞാൽ അവർ ആ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പോവുകയാണ്. അതിൻ്റെ ആ അവസാന നിമിഷത്തിൽ അല്ലെങ്കിൽ ആ മൂർധന്യ അവസ്ഥയിൽ ഇവളൊരു വാക്ക് ഇവനോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇത്തഖില്ലാ വലാ തഫ്ള ഖാതമീൻ. ഓ മനുഷ്യ, നീ അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊള്ളുക. ഇവിടെ ഇപ്പം ഞാനും നീയും മാത്രമുള്ള സംഗതി ശരിയാണ്, ആരും കാണില്ല. പക്ഷേ ഇതൊക്കെ നോക്കി നിൽക്കുന്ന ഒരാളുണ്ട് കേട്ടോ, അത് മറന്നു പോകരുത്. എന്റെയും നിന്റെയും ഈ പ്രവർത്തനം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ട്, അത് നീ മറന്നു പോകരുത്. അവന്റെ മുമ്പിൽ നാം മറുപടി പറയേണ്ടി വരും, അത് നീ മറന്നു പോകരുത് എന്ന ഒരൊറ്റ വാക്കാ പെണ്ണ് പറഞ്ഞു. ഇത്തഖില്ലാ വലാ തഫ്ള ഖാതമീൻ. അതോടുകൂടി അദ്ദേഹത്തിന് ഭയങ്കര ഒരു പരിഭ്രമം, ഒരു പേടി അദ്ദേഹത്തിന് മനസ്സിലേക്ക് വന്നു. പെട്ടെന്ന് അദ്ദേഹം അവിടെ നിന്നും എഴുന്നേറ്റ്, ഒന്നും ചെയ്യാതെ, ഒന്നും സംഭവിക്കാതെ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. ആ സ്വർണ്ണ നാണയം അവളോട് പറഞ്ഞു, നീ എടുത്തോ, എനിക്കത് വേണ്ടാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? അദ്ദേഹം അവിടെ നിന്നും പോയി, ഒന്നും സംഭവിക്കാതെ, ഒന്നും ചെയ്യാതെ. അപ്പൊ ഇദ്ദേഹം ഇപ്പൊ പറയാണ്, അള്ളാഹുവേ, അന്ന് ഞാൻ അത് ചെയ്തത്, എനിക്ക് വേണമെങ്കിൽ അവൾ ചെയ്യാമായിരുന്നു. പക്ഷെ അന്ന് ഞാൻ അതിൽ നിന്നും ഒഴിഞ്ഞു മാറിയത് നിന്നെ പേടിച്ചത് കൊണ്ടാണ്, നിന്നെ ഭയപ്പെട്ടത് കൊണ്ടാണ്, നിന്നെ സൂക്ഷിച്ചത് കൊണ്ടാണ്, നിന്റെ ശിക്ഷയെ ഭയപ്പെട്ടത് കൊണ്ടാണ്. അതുകൊണ്ട് അള്ളാഹുവേ, ആ ഒരു കർമ്മം നീ സ്വീകരിക്കണം. അതിൻ്റെ പേരിൽ അതുകൊണ്ട്
ഈ പാറയെ ഞങ്ങൾക്ക് നീ ആ കർമ്മത്തിനെ മുൻനിർത്തി ഞാൻ നിന്നോട് ചോദിക്കുന്നു അല്ലാഹുമ്മ ഇൻ കുന്തു ഫഅൽതു ദാലിക ഇബ്തിഗാ വജ്ഹിക് ഫഫ്റുജ് അന്നാ മാ നഹ്നു ഫീ. അതുകൊണ്ട് ആ മഹത്തായ കർമ്മത്തെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഞാനതൊന്നും ഒഴിഞ്ഞു മാറിയില്ലേ ചെയ്യാതെ, അത് മുൻനിർത്തിക്കൊണ്ട് ചോദിക്കുന്നു, ഞങ്ങൾക്ക് ഈ അകപ്പെട്ടിരിക്കുന്ന ഈ വിപത്തിൽ നിന്നും ഞങ്ങളെ നീ രക്ഷിക്കണം അല്ലാ. ഈ പാറയെ ഇതിന്റെ ഈ ഗുഹാമുഖത്ത് നിന്ന് നീ നീക്കിക്കൊണ്ട അല്ലാ എന്ന് അദ്ദേഹം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായിട്ട് പാറ കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങി, കുറച്ചും കൂടി വിടവുണ്ടായി. പക്ഷെ എന്നിട്ടും അവർക്ക് പോകാൻ കഴിഞ്ഞില്ല. അപ്പോൾ പിന്നെ മൂന്നാമത്തെ ആളുടെ ചാൻസ് എത്തി. അവരാകെ മൊത്തം 3 ആളുകളാണുള്ളത്. മൂന്നാമത്തെ ആൾ പറഞ്ഞ വേറൊരു സംഭവമാണ്. അദ്ദേഹം ഒരിക്കല് കുറച്ച് തൊഴിലാളികൾ വിളിച്ച് ചില പണികൾ എന്തൊക്കെയോ ചെയ്തു. അങ്ങനെ എല്ലാവർക്കും കൂലി കൊടുത്തു. പക്ഷെ ഒരാൾ മാത്രം കൂലി വാങ്ങാതെ പോയി. എന്തോ കാരണത്താൽ, അശ്രദ്ധനായിട്ടോ എന്തോ, അദ്ദേഹം കൂലി വാങ്ങാതെ പോയി. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. പക്ഷെ ഈ കൂലി പണം എന്ത് ചെയ്തു? ഇദ്ദേഹം അത് മാറ്റി വെച്ചു. അദ്ദേഹം വരുമ്പോൾ, തൊഴിലാളി വരുമ്പോൾ കൊടുക്കാമെന്ന് കരുതി ഈ മുതലാളി എന്ന് പറയാം, അദ്ദേഹം എന്ത് ചെയ്തു? അത് മാറ്റി വെച്ചു. അല്ലെങ്കിൽ ഉടമസ്ഥൻ മാറ്റി വെച്ചു. അദ്ദേഹം വരുന്നത് കാണുന്നില്ല. കൂലിക്കാരൻ, തൊഴിലാളി തിരിച്ചു വരുന്നത് കാണില്ല. അദ്ദേഹം എന്ത് ചെയ്തു? ഈ പണം എടുത്തിട്ട് അതിനൊരു ആട് വാങ്ങി. ആടുകൾ പെറ്റുപെരുകാൻ തുടങ്ങി. പിന്നെ അദ്ദേഹം പശുക്കളെ വാങ്ങി, അതും പെറ്റുപെരുകാൻ തുടങ്ങി. ഒട്ടകത്തിനെ വാങ്ങി, അതും പെറ്റുപെരുകാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് ആടുകളും ഒരുപാട് പശുക്കളും ഒരുപാട് ഒട്ടകങ്ങളും, അങ്ങനെ ഒരുപാട് കന്നുകാലികൾ കൊണ്ട് അദ്ദേഹം സമ്പന്നനായി, വലിയൊരു പണക്കാരനായി. അതിനുശേഷം എന്ത് സംഭവിച്ചു അറിയുമോ? കുറേ കഴിഞ്ഞ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അതാ വരുന്നു, പണ്ട് കൂലി വാങ്ങാതെ പോയ ആ തൊഴിലാളി തിരിച്ചു വരികയാണ് ഇദ്ദേഹത്തിനടുക്കൽ. വന്നിട്ട് പറയുന്നു, പണ്ട് നീ എനിക്ക് കൂലി തരാനുണ്ട്, അത് വാങ്ങാതെയല്ലേ ഞാൻ പോയത്, ആ കൂലി എനിക്ക് ഇപ്പം കിട്ടണം എന്ന് പറഞ്ഞു. നമ്മളാണ് എന്താ പറയാ, എന്തേലൊക്കെ ഒഴിവൊഴി വെച്ച് പറഞ്ഞ് ഇത് എവിടെ എന്തുവരെ എന്നൊക്കെ പറയുന്നതിൽ അവൻ ചൂടാവില്ലേ? പക്ഷെ അദ്ദേഹം പറഞ്ഞു, യെസ് തരാം, നിനക്ക് തരാം, നീ സന്തോഷിച്ചോളൂ, ഒരു പ്രശ്നമില്ല, തരാം. പക്ഷേ ഞാൻ നിനക്ക് നിന്റെ കൂലി മാത്രമല്ല തരുന്നത്, അതിൻ്റെ ഇരട്ടിയാണ് നിനക്ക് തരുന്നത് എന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം ചോദിച്ചു, നീ എന്നെ പരിഹസിക്കുകയാണോ? അല്ല സുഹൃത്തെ, ഞാൻ നിന്നെ പരിഹസിക്കല്ല. നോക്കൂ, ഈ കാണുന്ന സമ്പത്ത് മുഴുവൻ, ഈ ആട്, ഒട്ടകവും പശു, ഇതൊക്കെ, ഈ കൃഷി മൊത്തം നിന്റെ ആ പണം കൊണ്ട് ഞാൻ വാങ്ങിയതാണ്. അതുകൊണ്ട് ഇത് മൊത്തം നീ എടുത്തോ എന്ന് പറഞ്ഞു. മൊത്തം നീ എടുത്തോ, എനിക്ക് വേണ്ട, ഇതൊക്കെ നിന്റെ സമ്പത്താണ്. ആരെങ്കിലും എങ്ങനെ പറയും ഇന്നത്തെ കാലത്ത്? ആരെങ്കിലും പറയും? ആരും പറയില്ല. അപ്പോൾ വീണ്ടും അദ്ദേഹം ചോദിച്ചു, നീ എന്നെ പരിഹസിക്കുകയാണോ? അല്ല സുഹൃത്തെ, പരിഹസിക്കുകയല്ലോ എന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ എന്ത് സംഭവിച്ചു? ഇദ്ദേഹമാണെങ്കിൽ അതിലും വലിയ ഒരാളെ, മറ്റേ തൊഴിലാളി, അവരെന്ത് ചെയ്തു? മൊത്തത്തിനെയും തൊളിച്ചു കൊണ്ടുപോയി. അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ കന്നുകാലികളെയും ഇയാള് തെളിച്ചു കൊണ്ടുപോയി, ഒന്നും ബാക്കിയാക്കാതെ. അപ്പൊ എന്നിട്ട് ഇദ്ദേഹം പറയുന്നു, അല്ലാഹുമ്മ ഇൻ കുൻതു ഫഅൽതു ദാലിക ഇബ്തിഗാ വജ്ഹിക ഫഫ്റുജ് അന്നാ മാ നഹ്നു ഫീ. അതുകൊണ്ട് അല്ലാഹുവേ, അപ്പൊ ഇവിടെ 3 ആൾ പ്രാർത്ഥിക്കാൻ അവർ ആദ്യം കണ്ടീഷൻ ചെയ്തിട്ടുണ്ടല്ലേ? അപ്പോൾ ഇദ്ദേഹം മൂന്നാമത്തെ ഇയാൾ പറയുന്നു, എന്ത്? അല്ലാഹുവേ, ഇത് ഞാൻ നിന്റെ വജ്ഹിന് വേണ്ടി, ഇത് ഞാൻ ചെയ്തത്, എനിക്ക് വേണമെങ്കിൽ അദ്ദേഹത്തെ കൂലി കൊടുക്കാതെ പറഞ്ഞയക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അന്നത്തെ കൂലി മാത്രം കൊടുക്കാം അല്ലേ? പക്ഷെ അതൊന്നും അദ്ദേഹം ചെയ്തില്ല. അദ്ദേഹം അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടി, അള്ളാഹുവിനെ പേടിച്ചത് കൊണ്ട്, സത്യസന്ധനായത് കൊണ്ട് അദ്ദേഹം മുഴുവനും കൊടുത്തു. എന്നിട്ട് പറയുന്നു, ഇത് ഞാൻ നിന്റെ വജ്ഹിന് വേണ്ടി ചെയ്തതാണ്. അള്ളാഹുവെ, നിന്റെ പ്രീതിക്ക് വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അള്ളാഹുവെ, ആ അമലിനെ നീ സ്വീകരിക്കുക. അതിന്റെ ഫലമായിട്ട് ഞങ്ങൾ ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്ന ഈ വിപത്തിൽ നിന്നും ഞങ്ങളെ നീ രക്ഷിക്കണം അല്ലാഹ്. ഈ പാറയെ നീ മാറ്റിത്തരണം അല്ലാഹ്. ഞങ്ങൾക്ക് പുറത്തു കടക്കാൻ കഴിയണം അല്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ പാറ അതാ പരിപൂർണമായും ഗുഹാമുഖത്തു നിന്നും മാറുകയാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അവരെല്ലാവരും പുറത്തേക്ക് ഇറങ്ങി രക്ഷപ്പെട്ടു. ഇതാണ് കഥ. അപ്പൊ ഈ കഥയിൽ നിന്ന് നമുക്ക് വലിയ ഗുണപാഠങ്ങളുണ്ട് അല്ലേ? എന്തൊക്കെയാ ഗുണപാഠം? ഒന്ന്, സത്യസന്ധത വേണം. എപ്പോഴും നാം എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അള്ളാഹു നമ്മളെ കാണുന്നുണ്ട് എന്ന ബോധം നമുക്ക് വേണം. മനുഷ്യരല്ലേ, മറന്നുപോകും അല്ലേ? ഇബ്ലീസ് നമ്മളെ പിഴപ്പിക്കും.
ദൈവത്തെ മറപ്പിക്കും, തെറ്റ് ചെയ്യിപ്പിക്കും. പക്ഷേ ഈ ഒരു ബോധത്തോടെ നാം ജീവിക്കുകയാണെങ്കിൽ അള്ളാഹു നമ്മെ എപ്പോഴും നിരീക്ഷിക്കുന്നുണ്ട് എന്ന ബോധം നമുക്കുണ്ടെങ്കിൽ തെറ്റ് ചെയ്യാൻ നമുക്ക് കഴിയുകയില്ല. അപ്പോൾ ഇതാണ് സംഭവം. പിന്നെ അതോടൊപ്പം നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന മറ്റൊരു ഗുണപാഠം എന്താണ്? അമൽ സാലിഹാത്തുകൾ വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു കൂടുതൽ സ്വീകാര്യത നൽകും എന്ന്. അങ്ങനെ ഒരുപാട് ഗുണപാഠങ്ങൾ ഇതിൽ നിന്നുണ്ട് അല്ലേ? അപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.